വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 34-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അതിൽ ഒന്നിച്ച് ദൈവവചനങ്ങളെ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള അതിൻ്റെ അവസാന ഭാഗങ്ങൾ വായിച്ച് തുടർചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 53-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആക്കുന്നു എന്ന് ചോദിച്ചൻ യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാൻ അവനെ അറിയുന്നില്ല എന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവൻ ആകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. കർത്താവ് വളരെ വ്യക്തമായി അവൻ ആരാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അംഗീകരിക്കാതിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് പറയുകയാണ്. കാരണം കർത്താവ് ആ വചനങ്ങൾ പറയുമ്പോൾ അത് വെറുതെ പറയുന്നില്ല, അതെൻ്റെ ക്രിയ ചെയ്യും. ചിലർ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ദൈവജനം നിരർത്ഥകമായി അത് വ്യർത്ഥമായി പോകുന്നില്ല. ആ വചനം ജീവനുള്ളതാകിയാൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നും യേശു പറഞ്ഞ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവ് മഹത്വം അന്വേഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് പിതാവാം ദൈവം കാത്തിരിക്കുന്നത് അത് മുഖാന്തരമുണ്ടാകുന്ന മഹത്വകരമായ ദൈവപ്രവൃത്തിയാണ്. അത് ചിലർ അപമാനിച്ചുകൊണ്ടോ ചിലർ അംഗീകരിക്കാത്തത് കൊണ്ടോ ആ ദൈവം അന്വേഷിക്കുന്ന മഹത്വം കാണാതെ പോകുകയില്ല. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അതുപോലെ കഷ്ടം സഹിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് അതിനുശേഷമായി പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷം അറിയിച്ചതുകൊണ്ട് ഇവിടെ മഹത്വകരമായിരിക്കുന്ന ദൈവപ്രവൃത്തിയാണ് ഉണ്ടാകുന്നത്. അത് മുഖാന്തരമായി എന്താണ് ദൈവം മുന്നമേ കണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലൊക്കെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവമായ കർത്താവ് ചെയ്തിരിക്കുന്ന മഹത്വമുള്ള കാര്യങ്ങൾ എന്താണെന്ന് 87-ാം സങ്കീർത്തനം പറഞ്ഞിട്ട് 87-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിൻ്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അള്ളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ മഹത്വം അന്വേഷിക്കുന്ന പിതാവാം ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന മൂലക്കല്ല് ഭൂമിയിലേക്ക് ജീവനുള്ള കല്ലായി ഇട്ടപ്പോൾ അത് മുഖാന്തരമായി പണിതെടുക്കുന്ന ഭാവികാല നിത്യതയുള്ള ബന്ധത്തിൽ പുതിയ നിശ്ചയമാകുന്ന സ്വർഗീയ സിയോനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പിതാവാം ദൈവം മഹത്വമായി അന്വേഷിക്കുന്നത്. അത് പൂർത്തീകരിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ പ്രാരംഭ ഘട്ടമായിരുന്നു യേശുക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനക്കല്ലിട്ട് ആ നഗരത്തിന് അടിസ്ഥാനമായി ദൈവം തൻ്റെ പ്രവൃത്തി തുടങ്ങിയത്. 87-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ മുഴുവൻ വായിക്കുന്നത്: യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാദികളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് തുറന്ന് വായിക്കുമ്പോൾ ഈ അവരുടെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഇസ്രായേലിന് ബന്ധമുള്ള ആൾക്കാരല്ല അതിനകത്തുള്ള ജാതികളായിട്ടുള്ളവരാ. അവരെല്ലാം അതിനകത്ത് ഇവനും അവിടെ ജനിച്ചു, അവനും അവിടെ ജനിച്ചു എന്നും സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അത്യുന്നതനായിരിക്കുന്ന ദൈവം സ്ഥാപിച്ചിരിക്കുന്ന മഹത്വമുള്ള നഗരമായിരിക്കുന്ന പുതിയ ദിശയിലുള്ള ബന്ധത്തിൽ ഉള്ള മഹത്തരമായ കാര്യങ്ങളെക്കുറിച്ച്, നഗരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത് ദൈവം അന്വേഷിക്കുന്നത് ഈ ഇപ്പോഴത്തെ ആകാശഭൂമി ചുട്ടഴിയപ്പെട്ട് കഴിയുമ്പോൾ മഹത്വമുള്ള ദൈവപ്രവൃത്തിയായി പുതിയ ആകാശം വെളിപ്പെടും. അതിലേക്ക് അതിതേജസ്സുള്ള ദൈവത്തിൻ്റെ നഗരം മഹത്വത്തോടു കൂടി അതിതേജസ്സോടുകൂടി ഇറങ്ങി വിടുന്നതിനെ കുറിച്ചാണ് ദൈവം അന്വേഷിക്കുന്നത്. അതിനുവേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് പ്രാരംഭമായിട്ടുള്ള അടിസ്ഥാനക്കല്ലായി മാറിയത്. ആ കല്ലിനോട് ചേർത്ത് പണിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിലെ അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം പാപികളായിരിക്കുന്നവരെ വിശുദ്ധീകരിച്ച്
ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചവരെ സമീപസ്ഥരാക്കി തീർത്ത് ആ മഹത്വമുള്ള നഗരത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മഹത്വമുള്ള നഗരത്തിന്റെ പണി പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവാകുന്നു എന്നെ തന്നെ മഹത്വപ്പെടുത്തി, എൻ്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു എന്ന് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് മഹത്തരമായിരിക്കുന്ന കാര്യമായി കണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ രാഷ്ട്രങ്ങളെയൊക്കെ നമുക്കറിയാം യേശുവിൻ്റെ മുമ്പിൽ ഒരു മിന്നായം പോലെ സാത്താൻ കാണിച്ചു കൊടുപ്പാടാണ്. ഇതെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്നു, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ സകല മഹത്വം നിനക്കാകുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ വചനം പറഞ്ഞു അവനെ ഓടിച്ചു കളയുവാൻ ആട്ടിക്കളയുവാട്ടിടയായിരുന്നു. കാരണം ഇത് കാണുന്ന ഒന്നും ഇപ്പോഴത്തെ മഹത്വവും മഹത്തുക്കളുമൊന്നും നിലനിൽക്കുന്നതല്ല, മാറിപ്പോകുന്നതാണ്. എന്നാൽ തൻ്റെ പിതാവാം ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തിൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയല്ല, അവൻ അന്വേഷിച്ചത് വരുവാനുള്ള ലോകത്തിലെ മഹത്വം പുതിയൊരുശ്രയമാകുന്ന ആ സ്വർഗീയ സിയോനെ കുറിച്ചുള്ള മഹത്വമുള്ള ആ നഗരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് യേശു ക്രിസ്തു ഇവിടെ പ്രസ്താവിച്ചത്. അത് പറഞ്ഞപ്പോൾ അന്നത്തെ യെരുശലേമിലുകാർക്ക് അവർ വിചാരിച്ചിരുന്നത്, അന്നവർക്ക് അവിടെ വലിയ കാര്യമായി മഹത്തരമായി അവർ കണ്ടിരുന്നത് ദേവാലയമായിരുന്നു. ആ യെരുശലേം ദേവാലയത്തെ അവർ വലിയ കാര്യമായി കണ്ടിരിക്കുക. അവർ വിചാരിച്ചത് അത് മോശയുടെ പ്രമാണമനുസരിച്ച് പണിയപ്പെട്ടിരിക്കുന്ന ഈ യെരുശലേം ദേവാലയത്തെക്കാൾ അപ്പുറമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് അവര് യേശു പറഞ്ഞ മഹത്വമായിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കാതെ പോയത്. ഇന്ന് രാത്രിയിലും ഈ ഭൗമികമായിരിക്കുന്ന കാര്യങ്ങൾ വലുതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യവാദികൾക്കൊരിക്കലും യേശു ക്രിസ്തു ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തെ മുഖാന്തരമുണ്ടാകുന്ന മഹത്വമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, സിയോനെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അള്ളിച്ചെതിരിക്കുമ്പോൾ ആരാണ് സിയോനിൽ വസിക്കുന്നത്, ആരാണ് ഇതിന്റെ ഭാഗമായി തീരുന്നതെന്നുള്ള മഹത്വമുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കതറിയാം ആരാണ് ഈ മഹത്വമുള്ള നഗരം, അതിൻ്റെ അകത്തെ മതിലുകൾ എന്താണ്, അതിലെ ഗോപുരങ്ങൾ ആരാണ്, നഗരം ഏതാണ്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, മതിലിൻ്റെ അടിസ്ഥാനം എന്താണ്, നഗരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, എല്ലാറ്റിലുപരി അതിലെ മന്ദിരം ഏതാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് മഹത്വമുള്ള കാര്യങ്ങളായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അന്ന് അവര് വിചാരിച്ചിരുന്ന പാരമ്പര്യത്തിന്റെ ഇസ്രായേലിന് ദൈവം അള്ളിച്ചത് മഹത്വമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് അവർ യേശുവിനെ അപമാനിപ്പാനിടയായിട്ടുള്ളത്. സുവിശേഷത്തെ ആരപമാനിച്ചാലും വരുവാനുള്ള മഹത്തരമായ കാര്യത്തെ അറിയാൻ കഴിയാത്തത് കൊണ്ട് അവർ ഭൗമികമായിരിക്കുന്ന പാരമ്പര്യങ്ങളിൽ അവിടെ വിശ്വസിക്കുന്നത് കൊണ്ടും ആ മറ്റുള്ള ചിന്തകൾ കകപ്രമായി സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് സുവിശേഷത്തെ അനേകര് അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിക്കളയുന്നെങ്കിൽ, അതിനെ അപമാനിക്കുന്നെങ്കിൽ അവിടെ കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു മഹത്വം വരുത്തി നമുക്ക് ഭാവിയായിരിക്കുന്ന മനുഷ്യനെ തേജസ്സുള്ളവരാക്കി മാറ്റി ആ മഹത്തരമായ ശുശ്രൂഷ ആണ് സുവിശേഷത്താൽ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷമായി മഹത്തരമായിരിക്കുന്ന സുവിശേഷം മുഖാന്തരം ഉളവായിരിക്കുന്ന ആ മഹത്തരമായിരിക്കുന്ന സഭയെ ഓർത്തും ആഗോള സഭയെക്കുറിച്ച് ഓർത്തും നാം പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം അന്വേഷിക്കുന്നത് മഹത്വമുള്ള കാര്യങ്ങളാ, അതെ നിലനിൽക്കുന്ന കാര്യങ്ങളാ, തേജസ്സിന്റെ കാര്യങ്ങളാ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് അതുകൊണ്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹത്തരമായ കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. എന്നാൽ പാരമ്പര്യവാദികൾക്ക് അതിനെ ഗ്രഹിച്ചെടുക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണ് അവർ യേശുവിനോട് തർക്കിക്കുകയും യേശുവിന് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയും ചെയ്തെന്നാണ് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സത്യദൈവത്തെ അറിയത്തില്ല. ഏകസത്യദൈവമായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവനെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറച്ചിലും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. പലർക്കും എനിക്കറിയാം, ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് ഞാൻ പറയും, എനിക്കറിയാം. പക്ഷേ അദ്ദേഹമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ബന്ധവുമില്ല, അദ്ദേഹത്തെ തന്നെ അറിയത്തില്ല.
എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ദൈവമാണെന്നറിയാം, ദൈവശക്തിയാണെന്നറിയാം, ദൈവാത്മാവാണെന്നറിയാം. പക്ഷേ ഈ ദൈവത്തിന് നമ്മളെ അറിയാമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വിഷയം. ഇവിടെ അതാണ് കഥ പറഞ്ഞത്. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. നമ്മളും പറയും ഇന്നയാളാണ് പ്രസിഡന്റ്, ഇന്നയാളാണ് നമ്മുടെ പറയാൻ പറ്റും, എനിക്കത് പറയാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് എന്നെ പേഴ്സണലി അറിയത്തില്ല. അപ്പൊ ഇവിടെ പറയാൻ കഴിയും, പക്ഷേ നമ്മളെ പേഴ്സണലി വ്യക്തിപരമായി ദൈവമായി ബന്ധം ഉണ്ടായിരിക്കുന്നതിനെയാണ് അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ പറച്ചിലും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് ആർക്കും വേണമെങ്കിലും പറയാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഇത് പറയുന്നത് കൊണ്ടോ കാണാതെ പറഞ്ഞത് കൊണ്ടോ ദൈവത്തിൽ എഴുതിക്കുന്ന വാക്യങ്ങൾ മുഴുവൻ കാണാതെ ഉച്ചരിച്ചത് കൊണ്ടോ ഒന്നും അതുകൊണ്ട് വലിയ കാര്യമാകുന്നില്ല. ഞാൻ പറയുന്ന കാര്യം ആരോടാണ് എന്നുള്ളത് അവൻ എന്നെ അറിയാമെങ്കിൽ, ഞാൻ അവനെ അറിയുന്നുവെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രയോജനകരമായിരിക്കുന്ന ഒരു ബന്ധമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞാനോ അവനെ അറിയുന്നു, അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്ക്ക് പറയുന്നതിനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. കഥ പറഞ്ഞു, ഞാൻ പറയുകയല്ല, ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം, ദൈവം എന്നോട് അരുളിച്ചെതിരിക്കുന്ന, ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം നിവർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ദൈവത്തെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദൈവത്തെ അറിയുന്നവർ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, കാണാതെ പഠിച്ചതുകൊണ്ട്, സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചുകൊണ്ട്, ബൈബിളിലെ വാക്യങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചതുകൊണ്ട് അതൊരു അറിവാണ്, കേവലം അറിവാണ്, ബുദ്ധിയുടെ അറിവാണ്. അതിനപ്പുറമായി നമുക്കൊരു വചനമേ അറിയത്തുള്ളെങ്കിലും ആ വചനത്തിൽ ജീവിക്കുന്നെങ്കിൽ അതിനെയാണ് ദൈവത്തെ അറിയുക എന്ന് പറയുന്നത്. ഇത് മുഴുവൻ കാണാതെ പഠിച്ച് വേണമെങ്കിൽ പറയുവാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയും. എന്നാൽ ദൈവത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം ദൈവം പറയുന്ന കാര്യങ്ങളെ, അതിൽ നമ്മൾ വചനങ്ങളെ അനുസരിക്കുന്നതിനെയാണ്, ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നതിനെയാണ് യഥാർത്ഥമായിട്ടുള്ള അറിവെന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ സുവിശേഷത്തിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് കൂടിയാണ് കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ. ഇത് 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതുമാകുന്നു. പിതാവാം ദൈവത്തെ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ യേശു സാക്ഷാൽ ദൈവമായിട്ടാണ് ലോകത്തിൽ നടന്നത്. അവൻ മനുഷ്യനായിരുന്നു, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമെന്ന് പറയുമ്പോൾ പിതാവാം ദൈവത്തെ ഇവിടെ പ്രതിഫലിപ്പിച്ചു. പിതാവാം ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നാൽ എങ്ങനെയാകുന്നെന്നുള്ളത് പ്രതിഫലനമാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അവന്റെ വചനം പ്രമാണിക്കും എന്നതിൻ്റെ അർത്ഥം യേശു പിതാവാം ദൈവത്തിൻ്റെ കാൽച്ചുവടുകൾ അല്ലെങ്കിൽ അവനെ പ്രതിഫലിപ്പിക്കുന്നവനായിരുന്നു. നമ്മളും ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചു പോയി. നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ, പിൻചെല്ലുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയി. അപ്പോൾ യേശു ക്രിസ്തു വെച്ചിട്ട് പോയിരിക്കുന്ന മാതൃക നാം അത് അനുഷ്ഠിക്കുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്. അതാണ് യഥാർത്ഥമായ തിരുവചന പഠനം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ,
ഇതിന് പരീക്ഷയിട്ടിട്ട് കുറെ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മളത് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ ബൈബിൾ ക്ലാസ് സ്റ്റഡി അത് വേറൊരു കാര്യം. അത് സെക്യുലറായിട്ടുള്ള അത് അതിൻ്റെതായിട്ടുള്ള നിലവാരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആവശ്യമാണ്. അവിടെ പരീക്ഷ ആവശ്യമാണ്. അതിലൊക്കെ വേണം. കാരണം വെറുതെ ആരെയും പാസ്സാക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നില്ല. യേശു ആർക്കും മാർക്കറ്റിൽ അവസാനം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ പരീക്ഷ ഇട്ടിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളെ അല്ല അവിടെ കർത്താവ് പ്രഥമ ശിഷ്യനാക്കിയത്. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു നിലവാരത്തല്ല ദൈവം ചെയ്തത്. ഞാൻ പറഞ്ഞത് നമുക്കിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി അതൊക്കെ ആവശ്യമാണ്. അത് മറ്റൊരു ലെവലിൽ ആവശ്യമാണ്. അതിൻ്റെ പ്രയോജനമുണ്ട്. അത് ആവശ്യമുള്ളതാണ്. എന്നാൽ അതെല്ലാം അപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനം നമ്മൾ കേൾക്കുകയും ആ വചനത്തെ പ്രമാണിക്കുകയും ചെയ്യുന്നതിനെയാണ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. ഇന്ന് രാത്രിയിൽ ഇതൊരു നമ്മളോടൊരു ചോദ്യമാണ്. നാം ക്രിസ്തു നടന്നതുപോലെയാണോ നടക്കുന്നത്? അതോ നാം നമ്മുടെ ഇഷ്ടത്തിലാണോ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരുപാട് തെറ്റുകളാണ് സംഭവിക്കുന്നത്. നമുക്ക് കുറഞ്ഞതൊരാഗ്രഹമുണ്ടാകണം. എല്ലാ ദിവസവും നാം വെളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങ് നടന്ന അതേ ആ വഴി സ്റ്റെപ്പുകളിൽ നടക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നാം വെളിയിൽ പോകുമ്പോൾ, മറ്റുള്ള ഇടപെടുമ്പോൾ, നാം സംസാരിക്കുമ്പോൾ, നാം ഏത് സാഹചര്യത്തിലാകുമ്പോഴും ഇങ്ങനെയൊരു പ്രാർത്ഥന കൂടി നമുക്ക് പ്രാർത്ഥന, കർത്താവേ അങ്ങ് നടന്ന അതേ കാഴ്ചപ്പാടുകൾ പിൻപറ്റുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ എന്ന് ഈ ദിവസം നമുക്ക് ഈ തിരുവചന പഠനം മുഖാന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. അത് യേശു പറഞ്ഞ വചനമാണ്. ആ വചനത്തെ കേട്ടിട്ട് അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കിയ ദൈവദാസനായിരിക്കുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അത് സഭയോട് പറയുകയാണ്, യേശു പറഞ്ഞത് ഞാൻ കേട്ടതാ. അന്ന് യഹൂദന്മാർക്കത് മനസ്സിലായില്ല. എന്നാൽ യേശു വെറുതെ പറഞ്ഞതല്ല. യഹൂദന്മാർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നില്ല, അവർ കല്ലെറിയും. എങ്കിൽ പോലും യേശു അത് സംസാരിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശു പറഞ്ഞ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതിനു വേണ്ടിയാണ് കർത്താവ് സംസാരിച്ചത്. ക്രിസ്തു ലോകത്തായിരുന്നപ്പോൾ മാർമികമായിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു. നമ്മൾ വിചാരിക്കുക ഈ കുടം കമഴ്ത്തി വയ്ക്കുന്ന ഇടയിൽ എന്തിനാ സംസാരിക്കുന്നത്? ഇവര് അങ്ങനെയാണ് കർത്താവ് സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. യഹൂദന്മാരുടെ സ്വഭാവ രീതി അനുസരിച്ചാണെങ്കിൽ യേശുവിനോട് ഒരു വാക്ക് പോലും പറയാൻ കഴിയത്തില്ല. അവരവനെ റിജക്റ്റ് ചെയ്യുക, തള്ളിക്കളയുക. നമ്മൾ വിചാരിക്കുക എന്തിനാ പിന്നെ കർത്താവ് അവിടെ സംസാരിക്കുന്നത്? ഇപ്പം ദൈവാലയത്തിന്റെ ഭണ്ഡാരത്തിനോട് ഒന്ന് സംസാരിക്കുമ്പോൾ യേശുവിനറിയാം, ഞാൻ ആദ്യമേ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ക്രിസ്തു പറഞ്ഞൊരു വാക്ക് പോലും വൃഥാവായി പറഞ്ഞിട്ടില്ല, വൃഥാവായി പോകത്തില്ല. അന്ന് പറഞ്ഞ വചനത്തെ പരിശുദ്ധാത്മാവാം ദൈവം 50-ാം ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അത് കേട്ടവരായിരുന്ന അപ്പോസ്തലന്മാരായിരിക്കുന്നവർക്കകത്ത് അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ വെളിപ്പാട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു എന്ന് പറഞ്ഞത് എന്താണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞ അതേ വചനമാണ് ഇവിടെ ഈ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ നടന്ന ക്രിസ്തുവിന്റെ കാൽപ്പാടുകളെ അനുഗമിച്ചിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ, അതുപോലുള്ള അപ്പോസ്തലന്മാർ, ആദ്യ 1 നൂറ്റാണ്ടിലെ പിതാക്കന്മാർ, അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പലപ്പോഴും പല സമയങ്ങളും. പക്ഷെ എങ്കിലും അവരുടെ ആഗ്രഹം പരിശുദ്ധാത്മാവിൽ ജീവിക്കണമെന്നായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് നടന്നവർക്ക് അന്ന് അപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്കതിന് സാധിക്കും. കാരണം അന്ന് വ്യാപരിച്ച അതേ ആത്മാവാണ് ഇന്നും വ്യാപരിക്കുന്നത്. ഒരു ഒറ്റ കാര്യം മാത്രം മതി, ആഗ്രഹം, അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. എനിക്ക് യേശുവിനെ കാൽപ്പാടുകളെ പിന്തുടരണമെന്ന് ആരെങ്കിലും നിശ്ചയിച്ചാൽ നിശ്ചയമായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ കാലഘട്ടത്തിലും യേശുവിൻ്റെ പാത പിൻപറ്റുവാൻ കഴിയും എന്ന് ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുക. അതെ, നമുക്കൊരു ആഗ്രഹം മാത്രമല്ല, ഒരു നിശ്ചയമുണ്ടായിരിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആയിരിക്കണം എന്നിലൂടെ.
ആ ഒരു ആഗ്രഹത്തോടു കൂടി, വാഞ്ചയോടു കൂടി, നിശ്ചയത്തോടു കൂടി കാൽ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങാം. ദിവസങ്ങളിൽ അതിനെ പരിപോഷിപ്പിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിലും പറയുവാനുള്ള ഭക്തന്മാരെ ഈ ആത്മീയ ഗോളത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇവിടെ പലതും നമുക്ക് കാണുമ്പോൾ വിശ്വാസത്തിന്റെ പല വിധത്തിലായ ചോദ്യം ചെയ്യലുകളും വലിയ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഭാഗത്ത് നടന്നോട്ടെ, വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ. പക്ഷേ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം, എനിക്ക് എൻ്റെ യേശു നടന്നതുപോലെ നടക്കണം. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുന്ന എത്ര പേർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയും? കർത്താവേ, നിന്റെ വചനത്തെ അനുസരിപ്പാൻ എനിക്ക് ഇതുവരെയും കൃപ തന്നു, തുടർന്നും അങ്ങ് നടന്നതുപോലെ നടക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ചു എന്നുള്ളതിന്റെ അർത്ഥം, കർത്താവ് പറഞ്ഞു അടിസ്ഥാന ഉപദേശം അംഗീകരിക്കുന്നവരാണ് വിശ്വാസ സമൂഹത്തിലുള്ള പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവർ. നമ്മൾ ഈ അടിസ്ഥാന ഉപദേശങ്ങളെ അനുസരിച്ചവരാണ്, നമ്മൾ അംഗീകരിച്ചവരാണ്, നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞ യഥാർത്ഥമായ സത്യവിശ്വാസിക്ക് വരുന്നവർ അവര് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്ന് ദൈവസഭ സ്ഥാപിതമായപ്പോൾ ഈ തിരുവചനത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളെ ഒരു പ്രയാസം കൂടാതെ വായിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാൻ കഴിയുന്നവരെയാണ് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ചില ഭാഗം വരുമ്പോൾ മറച്ചു വെക്കണം, അവർക്കെല്ലാം വായിക്കാൻ പറ്റത്തില്ല, ചിലത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവവചനത്തെ ആരംഭം മുതൽ അവസാനം വരെ ഒരു ഭാഗം പോലും മാറ്റാം. നമുക്ക് യഹോവയെന്നും പറയാം, യേശുവെന്നും പറയാം, പിതാവെന്നും പറയാം, ദൈവമേ എന്നും പറയാം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമം വായിക്കുമ്പോൾ യഹോവ എന്ന സ്ഥലത്ത് നമ്മൾ അത് മാറ്റിയിട്ട് യേശു എന്നാക്കുന്നില്ല. നമ്മൾ പുതിയ നിയമത്തിൽ യഹോവ എന്ന് കൊണ്ടൊന്നും ആക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം യഥാർത്ഥത്തിലുള്ള സത്യതയും എന്താണെന്നും ദൈവിക ആളർത്ഥങ്ങൾ എന്താണെന്നും ഒക്കെ ഗ്രഹിച്ചെടുക്കുവാൻ കൃപ ലഭിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തെ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഇതിനൊന്നും മാറ്റിക്കളയുവാൻ ഇല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഉറപ്പുള്ളവരാണ് ആദിമ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിതമായ ദൈവസഭയിലുള്ളവർ. അതിനെ അനുഗമിക്കുന്നവരെയാണ് പെന്തക്കോസ്തുകാർ എന്ന പേരിൽ, വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതിൽ നാം അഭിമാനിക്കുക ചെയ്യേണ്ടത്. കാരണം യോഹന്നാൻ പറയുക, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും യേശുവിൻ്റെ സ്നേഹം ക്രൂശിൽ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ് അവൻ്റെ കല്ലറ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ, അവനെ ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ, പുനരുത്ഥാനാനന്തരം യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, അവൻ സ്വർഗാരോഹണം ചെയ്യുന്ന ഞാൻ കണ്ടതിന് ശേഷമായി അഭിഷേകം പ്രാപിച്ച ശേഷം പറയുക, എൻ്റെ കാലടികൾ യേശുവിൻ്റെ പാതയിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് പറയുന്നത്, നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാന ഉപദേശങ്ങൾ രക്ഷിക്കപ്പെട്ടു ദൈവകൃപയാൽ. നമ്മുടെ നീതിയുടെ പ്രമാണത്തല്ല, ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. കർത്താവ് പറഞ്ഞു മാനസാന്തരപ്പെടണം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഒന്നാമത്തെ കൽപ്പന ഏതാ? പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ കൽപ്പന ഏതാണ്? പണ്ടത്തെ കാലങ്ങളെ ദൈവം ഓർക്കുന്നില്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവകൃപയാൽ നമ്മളത് അംഗീകരിച്ചു, പാപിയാണെന്ന് സമ്മതിച്ചു, പാപത്തിന് പരിഹാരമായി തീർന്ന ക്രിസ്തു വിശ്വസിപ്പാൻ കൃപ ലഭിച്ചു. അതിനെയാണ് മാനസാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനസാന്തരം ലോകപ്രകാരമുള്ള മാനസാന്തരമല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മാനസാന്തരം. അത് ദുഃഖത്തെ ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരത്തെ ഉളവാക്കുന്നു. ലോകപ്രകാരമുള്ളത് അത് മരണത്തെയാണ് ഉളവാക്കുന്നത്. പലപ്പോഴും ഇനി ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കും. പക്ഷേ ലോകപ്രകാരം ദുഃഖിക്കുന്നവരാ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെന്തോ ദുഃഖിച്ചോ അത് വീണ്ടും അവർ ചെയ്യും. അത് മാനസാന്തരമല്ല. ചിലപ്പം പശ്ചാത്തപിക്കും, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ആവർത്തിക്കും. എന്നാൽ അങ്ങനെയല്ല മാനസാന്തരം. അത് മരണത്തെ ഉളവാക്കുന്നെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, നാം ദൈവസന്നിധിയിൽ ദുഃഖിച്ചു കരഞ്ഞു, കർത്താവേ പാപിയായ മനുഷ്യനാണ് ഞാൻ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. അത് മുഖാന്തരമായി നാം ജീവങ്കിലേക്ക് കടന്നു.
നമുക്കത് ദൈവകൃപയാൽ മാനസാന്തരമായി തീരുവാണ്. ഞാൻ അടിസ്ഥാന ഉപദേശം വഴി എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് കൽപ്പനകൾ എന്നുള്ളത് മാത്രം വേഗത്തിൽ പറഞ്ഞു പോകാം. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസസ്നാനമാണ്. നിങ്ങൾ അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ അനുസരിച്ചു, നമ്മളതിനെ ചോദ്യം ചെയ്തില്ല. നമ്മൾ ചോദ്യം ചെയ്യാതെ അത് ഒരുപാട് പ്രാവശ്യം ചോദ്യം ചെയ്ത ശേഷമാണ് സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് കൽപ്പനയായി. യേശു കാണിച്ച മാതൃകയാണെന്ന് കണ്ടപ്പോൾ വിശ്വസിച്ച് നാം എന്ത് ചെയ്തു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസസ്നാനമേറ്റു. അടുത്തത് പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുവാൻ സാധിക്കണമെങ്കിൽ, യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കണമെങ്കിൽ, ദൈവത്തിൽ എല്ലാ കാര്യം അംഗീകരിക്കണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ, ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലുള്ള വിശ്വാസികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഒരാൾ പൗസലായി ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. ഇന്നും ആ ചോദ്യം നമ്മൾ ചോദിക്കും. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ചോദ്യം നമ്മളോട് ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനമേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുവാനുള്ള ആ ഉത്തരവാദിത്വവും അവകാശബോധവും അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഉള്ളവരാണ് പെന്തക്കോസ്ത് സമൂഹം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളൊന്നും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തു കേട്ടോ. ചെറുപ്രായത്തിലൊന്നും കർത്താവ് കുട്ടി അഭിഷേകമൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ള അഭിഷേകമൊന്നും അതിനുവേണ്ടി ആരും തത്രപ്പെടുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ അഭിഷേകം എന്നുള്ളത് ചിലരൊക്കെ കൊച്ചുങ്ങളെ അഭിഷേകം നടത്താൻ വേണ്ടി ബൈബിൾ, അത് തെറ്റായ കാര്യങ്ങളാണ്. അത് അഭിഷേകം എന്നുള്ളത് ദൈവം ഒരാളെ അത് അഭിഷിക്തനാക്കി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി അതൊരു അധികാരമേൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. കെട്ടുമുട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ ഒന്നും പിടിച്ച് അഭിഷേകം നടത്താൻ വേണ്ടി ഇരുത്തരുത്. അതൊന്നും ദൈവകൃപയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ആർക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയും? ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ആർക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ വിശ്വാസാനമേൽക്കുവാൻ ചെയ്യും? അവർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ സ്നാനപ്പെടാതെ കാണുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി നയിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വചനത്തിന് വിരുദ്ധമായ കാര്യമായി ചെയ്യുന്നതെന്നും നിരാത്ത ഞാൻ ഓർക്കുന്നു. അപ്പോൾ അഭിഷേകമുണ്ട്. അത് യഥാർത്ഥമായ അഭിഷേകം ഈ രീതിയിലാണ് പോകേണ്ടത്. ഞാൻ ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് മനസ്സിലായി വിചാരിക്കുന്നു, കർത്താവ് പറഞ്ഞതിന് അപ്പുറമായിട്ട് അതിൽ കടന്നൊന്നും ആരും പോകരുത്. യേശു പറഞ്ഞ ഉപദേശത്തിൽ തന്നെ നിൽക്കണം. ഞാൻ ആർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 തൊട്ട് വയസ്സുള്ള പിള്ളേർക്ക് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം അവർ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നവരാ. അവർക്ക് വേണ്ടി ദൈവം അതിൻ്റെ സമയത്ത് ദൈവം അവരെ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി ഇതുണ്ട് രക്ഷ, സ്നാനം, അഭിഷേകം. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇനി ആരെങ്കിലും സ്നാനപ്പെടുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, അവരുടനെ തന്നെ സ്നാനപ്പെട്ടിട്ടുമുണ്ട്. അതാണ് എൻ്റെ വ്യവസ്ഥ. അതല്ലാതെ ഈ ദൈവം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനങ്ങളൊന്നും മാറ്റി ഒരിക്കലും മറിക്കാൻ പറ്റത്തില്ല. അതിന് എത്ര കാലങ്ങൾ മാറിയാലും ആ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ലാത്തത് അങ്ങനെ തന്നെ നിൽക്കും. അതിന് മാറ്റമില്ലാത്ത 1-ാം നൂറ്റാണ്ടിൽ അനുവർത്തിച്ചു വന്ന ദൈവസഭയുടെ കൽപ്പനകൾ, ദൈവം നമുക്ക് പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകകൾ മാറ്റമില്ലാത്തതാണ്. അഭംഗരം തുടരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് ഓർക്കുന്നു. ഇനി എന്താ പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇനിയും വിശ്വാസാനമേൽക്കാത്തവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ എത്ര വലിയ അത്ഭുതം ചെയ്താലും നാം അവിടെ പിന്നാലെ പോകരുത്. അവരുടെ ശബ്ദം കേൾക്കാൻ പോകരുത്. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ വലിയ അടയാളം അത്ഭുതം ചെയ്യും. എന്നിട്ട് തിരിഞ്ഞു വേണേൽ ചോദിക്കും, നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. അന്ന് ഞാനും നിങ്ങളും ഈ പാരമ്പര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ, ദൈവകൃപയിലേക്ക് കടന്നു വന്നെങ്കിൽ, കഷ്ടം സഹിച്ചെങ്കിൽ, അപമാനം സഹിച്ചെങ്കിൽ, നിന്ന സഹിച്ചെങ്കിൽ, വിട്ടുപോകുന്നതിൻ്റെ വേദന അനുഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി എന്നുള്ള ഉപദേശമൊക്കെ പറഞ്ഞ് ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പെന്തക്കോസ്ത് സഭയ്ക്ക്, ദൈവസഭയ്ക്ക് വേർപാടുണ്ട്. വേർപെട്ടേ മതിയാകുകയുള്ളൂ. നിൽക്കുന്നിടത്ത് വളമിട്ട് കൊടുക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. വേർതിരിച്ച് കുഞ്ഞാടിൻ്റെ രക്തമാകുന്ന വളമുറ്റി തരികയുള്ളൂ. അതിലൂടെ വളരുവാൻ കഴിയത്തുണ്ട്. അതുകൊണ്ട് വേർപെട്ടേ മതിയാകുകയുള്ളൂ. ഇത് വചനമാണ്, കൽപ്പനയാണ്. ഞാനിവിടെ ഇതെടുത്ത് ഇവിടെ ഉദ്ധരിച്ചത് കാലഘട്ടത്തിനനുസരിച്ച് മാറും. ചില വിചാരിക്കുന്ന അന്ത്യകാലം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
എല്ലാവരെയും അങ്ങോട്ട് അഭിഷേകം ചെയ്ത് കർത്താവ് കൊണ്ടുപോകുന്ന അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അങ്ങനെ അന്തികാരന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ചിലരൊക്കെ വിചാരിക്കുന്നത് യുദ്ധം വരുന്നതുകൊണ്ട് ഒരുങ്ങിയേക്കാമെന്ന. അങ്ങനെ ഒരുങ്ങൊന്നും വേണ്ട. ഞാൻ വളരെ വളരെ താല്പര്യത്തോടെ പറയുകയാണ്, ഞാൻ യുദ്ധം കാണുന്നത് കൊണ്ടോ ഇന്നത്തെ പ്രസംഗമൊക്കെ മാറിപ്പോകും. ഇന്ന് പ്രസംഗിക്കുന്നതൊക്കെ വചനാടിസ്ഥാനത്തല്ലാത്ത പ്രസംഗം മാറിപ്പോകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചത് ഇസ്രായേലോട് യുദ്ധം വന്നു, 3-ാം ലോകമായ യുദ്ധം വരുന്ന പറഞ്ഞത് ഇസ്രായേലിനെ കുറിച്ചുകൊണ്ട്. ഇപ്പം അത് മാറി. ഇസ്രായേലല്ല 3-ാം ലോകമായ കാര്യം. അവര് ഇപ്പോൾ റഷ്യ പറയുന്നത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയമായി മാറ്റി. അവിടെ ഇസ്രായേൽ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ പ്രസംഗമൊക്കെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രസംഗിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ വചനത്തിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അത് വേദപുസ്തകത്തിൽ 3-ാം ലോകമയുദ്ധത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതിയിട്ട് 1-ാം ലോകമയുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, 2-ാം ലോകമയുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ യഹോവയുടെ യുദ്ധങ്ങൾ എന്നുള്ള വിഷയം വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അത് ദൈവം അറിയാവുന്ന വിഷയമാണ്. എടുക്കാൻ ദൈവ സമയം തന്നെ എടുക്കുകയും ചെയ്യാം. എന്നാൽ ഇനി വരാൻ പോകുന്ന നമ്മൾ വചനം പഠിക്കുമ്പോൾ ചിന്തിക്കുന്ന യഥാർത്ഥമായ യുദ്ധം, മധ്യാകാശ യുദ്ധം നടക്കാൻ പോവുകയാണ്. അതേക്കുറിച്ചാണ് വിശ്വാസി മനസ്സിലാക്കേണ്ടത്. മധ്യാകാശ യുദ്ധം നടക്കുമ്പോൾ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ വരുന്നു? അന്ന് സാത്താനോന്റെ സൈന്യവും മീഖായേലിനോടും സൈന്യത്തോടും പടവിട്ട് നമ്മളോടല്ല പടവിട്ടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പോരാടി നിൽക്കുകയാണ്. നമ്മുടെ മധ്യാകാശ വരെ എടുക്കപ്പെടുന്ന സമയത്ത് നടക്കാൻ പോകുന്ന യുദ്ധം മധ്യാകാശ യുദ്ധമാണ്. അല്ലാതെ ഇവിടുത്തെ താൽക്കാലികമായ യുദ്ധങ്ങളെക്കുറിച്ച് ആരും യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസൂചനയെക്കുറിച്ചും കേൾക്കുന്ന പറയുന്നത്. നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകാനാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ വിശ്വാസക്കെല്ലാം ഇന്ന് ഭയങ്കര പേടി, ചഞ്ചല. അയ്യോ, അവിടെ അടിക്കാൻ പോകുന്നു, ഇവിടെ അടിക്കാൻ പോകുന്നു, കഥാവ് വരുമേ. അങ്ങനെയൊന്നല്ല കഥാവ് വരുന്നത്. അതൊന്നുമല്ല കർത്താവ് വരുന്നതിന്റെ ലക്ഷണം. അതാ കർത്താവ് വരുന്നത്. ഞാൻ യുദ്ധം കണ്ടിട്ടിൽ ഒരുങ്ങുന്നത്, ക്ഷാമം കണ്ടിട്ടിൽ ഒരുങ്ങുന്നത്, രോഗം കണ്ടിട്ടിൽ ഒരുങ്ങുന്നത്. കർത്താവ് വരുവാൻ ഒരുങ്ങുന്നത് എൻ്റെ ശ്വാസം ഇവിടെ തീരാറായെന്ന് എനിക്കറിയാം. ഒന്നെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റപ്പെടാൻ മുമ്പായി എനിക്ക് എൻ്റെ യേശുവിൻ്റെ പാത പിൻപറ്റണം. അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണമെന്നുള്ള ഉള്ളിലെ ആഗ്രഹവും നിർണയവുമാണ് എന്നെ കർത്താവ് അവരോട് ഒരുക്കുന്നതല്ലാതെ ഈ പുറമെയുള്ള കാര്യങ്ങളല്ല ഒരുക്കുന്നത്. അതൊക്കെ അന്ത്യകാല അവസാന സംഭവങ്ങളുടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കട്ടെ, അത് നടന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷെ അതല്ല നമ്മുടെ മുഖ്യ പ്രസംഗ വിഷയം. അതല്ല നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവോ, യേശുവിൻ്റെ പാതയാണോ നാം പിൻപറ്റുന്നത്? നാം രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ചത്, കൂട്ടായ്മ കൂടുന്നത്, ഉപദേശം കേൾക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ അവൻ വെച്ചിട്ട് പോയ മാതൃക പിൻപറ്റി അവൻ പോയിടത്തേക്ക് പോകുവാൻ വേണ്ടി ആയിരിക്കണം ഒരു വിശ്വാസി ലോകത്തിൽ ജീവിക്കുന്നത്. മറ്റൊന്നിനെ കുറിച്ച് പറയട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ, ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. എന്നാൽ അതേക്കുറിച്ച് എന്താണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിക്കുകയും ഇനി ഒന്നുകൂടെ ദൈവം വെച്ചാൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് റെക്കോർഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ദൈവം വെച്ചാൽ വെളിപ്പാട് പുസ്തകം ഒന്നുകൂടി പഠിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ ഭാവികാല സംഭവങ്ങളെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം നമുക്ക് ഇത്രയും അറിയാം. അതേ കഥാവി അങ്ങ് പറഞ്ഞിരിക്കുന്ന മാനസാന്തരം ഞാൻ സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടവനാ. കർത്താവെ, ഞാൻ വിശ്വാസജ്ഞാനമറ്റവനാ. ഇന്നത്തെ പേർക്ക് പറയാൻ കഴിയും. ദൈവത്തിന്റെ ദൈവകൽപ്പനയാ. കർത്താവ് പറഞ്ഞു. അവർ ചോദിച്ചു, പത്രോസ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. കർത്താവ് ആത്മാവിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുവി എന്ന് പറഞ്ഞു. അതിന്റെ ലിറ്ററലായിട്ടുള്ള മീനിങ് എടുത്തു പോകരുത്. യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നാനമാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു പറഞ്ഞുകൊണ്ട്, അയ്യോ, ഞാൻ യേശുവിന്റെ നാമത്തിലല്ലോ സ്നാനപ്പെട്ടത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെ നാമത്തിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വേറൊരു സ്ഥാനത്തിലേക്കൊന്നും പോകണ്ട. അതൊക്കെ ലിറ്ററലായിട്ടുള്ള മീനിങ് എടുത്ത് പോകട്ടെ. യേശു പഠിപ്പിച്ച സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ്. ആ കൽപ്പനയെ നമ്മൾ നിലനിൽക്കണം. യേശുവിന്റെ ഉപദേശത്തിന് അതിന് വിട്ടുപോകുവാൻ പാടില്ല. അതാണ് ഉപദേശം. യേശുവിന്റെ നാമത്തിൽ പിതാവുണ്ട്, യേശുവിന്റെ നാമത്തിൽ പുത്രനുണ്ട്, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സ്നാനം മാത്രം ഏറ്റിരുന്ന അന്ന് ഈ പറയുന്ന ഒരു നാമത്തായിരുന്നില്ല സ്നാനം. അന്ന് യോഹന്നാന്റെ സ്നാനം മാത്രം അറിയാൻ അപ്പല്ലോസ് കൊണ്ടുവന്ന വിശ്വാസിയോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു നാമം കേട്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. കാരണം അവിടെ സ്നാനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാമം കൂടി പറഞ്ഞുള്ള സ്നാനമായിരുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ സ്നാനപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞ ആ നാമത്തിൽ സ്നാനപ്പെടുത്തി, പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തിയത്. കാരണം അത് മൂന്നും ഉൾപ്പെട്ടതാണ് ദൈവമെന്ന നാമം. ആ ഏകനാമത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് പൂർണ്ണമായും പറയുമ്പോൾ സ്നാനപ്പെട്ട ആർക്കും പറയാൻ കഴിയത്തില്ലല്ലോ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല എന്ന്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ് സ്നാനപ്പെടുത്തിയെങ്കിൽ ഈ ചോദ്യം വരും, ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവസഭ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്. നമ്മളൊന്ന് സ്നാനപ്പെടും, നമുക്ക് അതിൻ്റെ പൂർണ്ണ ഗൗരവതയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ആത്മാവ് നമ്മളെ നയിച്ചു. സത്യം അറിയണമെന്നും സത്യത്തിലേക്ക് വരണമെന്നും കർത്താവിൽ എടുക്കപ്പെടണമെന്നും ആഗ്രഹമുണ്ടായപ്പോൾ, താല്പര്യമുണ്ടായപ്പോൾ, നാം അതിനുവേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ അന്വേഷിച്ചു വന്നു. ഇതെല്ലാം പഠിച്ചും ഗ്രഹിച്ചുമല്ല നമ്മൾ ഇറങ്ങിയത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ യഥാർത്ഥമായ മാർഗത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമുള്ളവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, ഞാൻ പറഞ്ഞ വിശ്വാസമേറ്റവർക്ക്, അഭിഷേകം പ്രാപിച്ചവർക്ക് അടിസ്ഥാന ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ഉപദേശം കേട്ടു പോകുന്നവർക്ക് പറയാൻ കഴിയും, ഞങ്ങൾ അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന അടിസ്ഥാനങ്ങൾ ഇല്ലാതെ ചെയ്യുന്നെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവർ കള്ളന്മാരാകുന്നുവെന്നാണ്. ആരാണ് കള്ളപ്രവാചകന്മാർ? ആരാകുന്നു കള്ള അപ്പോസ്തലന്മാർ? ആരാകുന്നു കള്ള ഉപദേശകന്മാർ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വചനം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പേരിന് വേണ്ടി ചെയ്തിട്ട് കള്ളത്തരം കാണിച്ചാൽ അത് അവരും ദൈവമായിട്ട് തീർത്തോട്ടെ. പക്ഷേ നമ്മൾ പേരിന് വേണ്ടി ഇറങ്ങിയതല്ല. യഥാർത്ഥമായി ജീവിതം സമർപ്പിച്ച് നാം വിശ്വാസത്തിലേക്ക് വന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കൊരു ഉറപ്പുണ്ട്, എന്നിൽ എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തിരിഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്ക് അറിയാം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ വസിക്കുന്നുവെങ്കിൽ നമുക്ക് വാസ്തവമായിട്ട് അറിയാം ദൈവത്തിൻ്റെ ആത്മാവിനിലുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, അതെ, ദൈവത്തിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്നിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ ചിന്തകൾ എന്നിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും എന്നിൽ വസിക്കുന്നു. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ഭൂമിയിലെ താൽക്കാലികതകൾക്ക് വേണ്ടിയല്ല, നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിലപ്പുറമായി ദൈവം മഹത്വമുള്ള കാര്യങ്ങളെക്കുറിച്ച് അരുളിച്ചെയ്തിരിക്കുന്ന ഒരു സിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗീയ സിയോനെ കുറിച്ച്, പുതിയ യെരൂശലേമിനെ കുറിച്ച്, വരുവാനുള്ള ഭൂമിയെക്കുറിച്ച്, കാത്തിരിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് ഉള്ള ചിന്ത നമുക്ക് തന്നിട്ടുണ്ട്. അതിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞ അതേ വചനത്തെ അപ്പോസ്തലനായ പൗലോസ് എടുത്ത് ദൈവസഭയുടെ ബന്ധത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ്റെ കൽപ്പനകളെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഇവിടെ കർത്താവ് പറഞ്ഞില്ല. കാരണം ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അതെന്താകുന്നു എന്നുള്ളത് ലേഖനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശിഷ്യഗണത്തിന് യേശു പറഞ്ഞ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവരത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ലേഖനങ്ങൾ. അതുകൊണ്ടാണ് ലേഖനങ്ങൾ വായിക്കണം, അത് മനസ്സിലാക്കണം, പഠിക്കണം, ഗ്രഹിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞ വചനത്തെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു കൊടുത്ത് പരിപോഷിപ്പിച്ചെടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ പറയുന്ന ലേഖന ഭാഗങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ ഹിസ്റ്റോറിക്കലാണ്. വെളിപ്പാട് പുസ്തകം പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന അവസാന പുസ്തകമാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തെ നമുക്കിവിടെ വ്യക്തമായി വചനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇതേ വചനത്തെ മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുന്നു. യേശു പറഞ്ഞത് ഞാൻ എന്ന വചനത്തിൽ പറഞ്ഞു, ഏകവചനത്തിൽ പറഞ്ഞു. കർത്താവ് കണ്ടിരുന്നത് ഇത് നാം എന്നുള്ള ബഹുവചനത്തിലേക്ക് വരും. അന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ അവൻ പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കുന്നു. കാരണം യേശുവിനോട് പറഞ്ഞ വചനം അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിൽ സമർപ്പിച്ചിരുന്ന വിഷയം മനുഷ്യവംശത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. കർത്താവ് നമ്മളോടത് പിതാവാൻ ദൈവം നമ്മളോടത് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ സന്തോഷിക്കണം. ദൈവം നമ്മളെ അതേക്കുറിച്ച് കണ്ടിരിക്കുന്നെങ്കിൽ വചനത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വിശുദ്ധന്മാർ ലോകത്തിൽ മരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എന്നാൽ നമ്മൾ മരിക്കുന്നത് കൊണ്ട് പാപത്തിന് മോചനം ആർക്കും ഉണ്ടാകത്തില്ല. എന്നാൽ യേശു മരിച്ചത് മുഖാന്തരമാണ്
പാപമോചനമുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും മരിച്ചാൽ അത് മുഖാന്തരമായി പാപമോചനം ഉണ്ടാകത്തില്ല. ക്രിസ്തുവിന്റെ മരണം മുഖാന്തരമേ പാപമോചനമുള്ളൂ. യേശുവിന്റെ മരണമാണ് പാപത്തിന്റെ മോചനമായിരിക്കുന്നത്. അതല്ലാതെ മറ്റാരുടെയും മരണം അതിന് കാരണമല്ല. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരെ നമ്മൾ ആരാധിക്കാത്തത്. മറ്റുള്ളവരൊക്കെയും മാർട്ടിരാഴ്ചയും രക്തസാക്ഷികളൊക്കെ അവര് ബഹുമാന പുരസ്സരം കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്യാത്തതിന്റെ കാരണം, ആര് മരിച്ചാലും അതുകൊണ്ട് മനുഷ്യന് പാപമോചനം ഉണ്ടാകത്തില്ല, മാറ്റമുണ്ടാകത്തില്ല. അവർക്ക് അതിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കും. എന്നാൽ യേശു മരിച്ചത് മുഖാന്തരമാണ് മനുഷ്യവംശം രക്ഷപ്പെട്ടത്. ക്രിസ്തുവിന്റെ ഏകന്റെ മരണം മുഖാന്തരമായി, ഏകന്റെ അനുസരണം മുഖാന്തരമായി. ഇപ്പം പിതാവാൻ ദൈവം തൻ്റെ പുത്രനിൽ ഏൽപ്പിച്ചിരുന്ന പ്രധാന ദൗത്യം മനുഷ്യരക്ഷയായിരുന്നു. അഥവാ യേശു മരിക്കണം എന്നുള്ളതായിരുന്നു. അവൻ മരിക്കുക മാത്രമല്ല, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള കൽപ്പന, ദൗത്യം പിതാവാൻ ദൈവം തന്റെ പുത്രനിൽ കൊടുത്തിരുന്നു. അത് വന്ന് മാത്രം ചെയ്യുകയല്ല, എങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ള മാതൃക കാട്ടിത്തന്നിട്ടാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ നിന്ന് അവൻ പ്രവൃത്തി തികച്ച് സ്വർഗാരോപണം ചെയ്യാൻ കഴിയാത്തുന്നത്. ആ വചനത്തിനായി രാത്രിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പാത പിൻപറ്റുവാൻ, അവനിൽ വസിക്കുവാൻ, അവന്റെ സ്നേഹം നമ്മളിൽ തികയുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. അതിന്റെ 84-ാം വാക്യം ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. വളരെയധികം സംശയമുളവാക്കുന്ന ഒരു ഉത്തരം കിട്ടാത്ത ഒരു വാക്യശകലമാണ് 8-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യം. ഇത് വായിച്ചാൽ വേഗത്തിൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ കമന്ററികളോ ഒക്കെ എടുത്ത് വായിച്ചു നോക്ക്. അതിനകത്തൊന്നും വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൊടുത്തിട്ടില്ല, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എവിടെയും പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ ഈ വചനം എന്താകുന്നു എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുവാൻ യഥാർത്ഥത്തിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ? നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നും ഉള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? എപ്പോഴാണ് യേശുവിനെ അബ്രഹാം കണ്ടത്? വാസ്തവത്തിൽ അബ്രഹാം കണ്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങളോടി വരും. യേശുവിന് ഏകദേശം 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം ആഗ്രഹിച്ചിരുന്നത് യേശുവിന്റെ ദിവസത്തെ കാണുമെന്നാണ്. അതവൻ കണ്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് കഥ പറഞ്ഞതെന്നുള്ളത് അത് ഒരു സത്യത്തിൽ വലിയൊരു മർമ്മമായ വിഷയമാണ്. പെട്ടെന്ന് അത് അങ്ങനെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. നമ്മൾ സിമ്പിളായിട്ട് വായിച്ചാൽ അതിൻ്റെ അത് എന്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? 2000 വർഷം മുമ്പ്, ഏകദേശം യേശു ക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷം മുമ്പ് അബ്രഹാം ഭൂമിയിലുണ്ടായിരുന്നു. അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. എപ്പോഴാണ് അബ്രഹാം കണ്ട് സന്തോഷിച്ചത് എന്നാണ് യേശുക്രിസ്തു പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് സംസാരിച്ചിരുന്നു. എന്നാൽ ഇത് എന്തായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് തരാം. അതിനകത്ത് അംഗീകരിക്കാൻ യോഗ്യമാണെങ്കിൽ അംഗീകരിക്കുക, അതല്ല അത് ചോദ്യം ചെയ്യപ്പെട്ടാണെങ്കിൽ നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യപ്പെടാൻ ഉണ്ട് എന്നുള്ളതും ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിപ്രായം പറയും, ഉപദേശം പറയും, അഭിപ്രായം പറയും. വചനത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിയുള്ളതിന് ഉപദേശമായിട്ട് വരുമ്പോൾ, എന്നാൽ യഥാർത്ഥമായിട്ട് അതിനെ വചനപ്രകാരം നമുക്ക് തെളിയിച്ചു പോകാൻ കഴിയാത്ത വിഷയങ്ങളെ അഭിപ്രായമായിട്ടാണ് പറയാറുള്ളത്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഇതോടുള്ള വിധത്തിൽ പറയും. അപ്പോൾ അത് എൻ്റെ ആത്മാവിൽ എനിക്ക് കൺവിൻസ് ആയിട്ടുള്ള കാര്യമാണ്, അത് ശരിയാണെന്നുള്ളത്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് എന്തിനും അതിനുള്ള താല്പര്യമുണ്ട്, അതിനുള്ള എടുക്കാനുള്ള സകല സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നത് തെറ്റാണെങ്കിൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ വചനം കൊണ്ട് തെളിയിക്കാൻ, അതിനെ തെറ്റാണ് എന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഒരാളും പറയാറുണ്ട്, എല്ലാം അറിയാമെന്നോ
എല്ലാം മനസ്സിലാക്കിയെന്നുള്ള ഒന്നും ഇവിടെയുള്ള ആരുമില്ല, ലോകത്തുള്ള ആരുമില്ല. നമുക്ക് വിശ്വാസത്തിൽ നമ്മളൊക്കെ എപ്പോഴും പഠിക്കുന്നവരാ, പലതും ഗ്രഹിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്ന് വരെയും ദൈവത്തിൻ്റെ ആഴമായിട്ടുള്ള ഒന്നും ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവർ. ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്നും ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ലേഖനങ്ങളിലൂടെയൊക്കെ കണ്ണുകൾ ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ദൈവമേ, ഇത്ര ആഴമേറിയ കാഴ്ചപ്പാട് നീ അങ്ങയുടെ ഭക്തന്മാർക്ക് കൊടുത്തല്ലോ. ഇത് ഗ്രഹിച്ചെടുക്കാനുള്ള കൃപ നമുക്ക് ദൈവം നൽകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താണെന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഉള്ളത് അബ്രഹാം മാത്രമല്ല ഇതേക്കുറിച്ച് ആരാഞ്ഞിരുന്നു, അന്വേഷിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് 1 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അത് വായിച്ചിട്ട് എന്താണ് എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ അബ്രഹാം എന്താണ് കണ്ടറിഞ്ഞത് എന്നുള്ളതും നമ്മളതോടൊപ്പം അത് ചിന്തിക്കുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ക്രിസ്തു മുഖാന്തരമുള്ള വലിയൊരു രക്ഷയുണ്ടെന്നുള്ളതാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പ്രവചിച്ചത്. ഈ വലിയ രക്ഷ, അതാണ് വരുവാനിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ച് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പഴയ നിയമത്തിൽ രക്ഷയുണ്ട്. നമുക്കറിയാം, മിഥ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, പരസ്യയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ മുഴുവനും സത്യങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ രക്ഷിച്ചിട്ടുണ്ട്. അതേ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ അതൊന്നും അത്ര വലിയ രക്ഷയായിരുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ഏറ്റവും വലിയ രക്ഷ എന്താകുന്നു എന്നുള്ളത് നമുക്കറിയാം. സാത്താന്റെ കയ്യിൽ നിന്ന്, മരണത്തിന്റെ കയ്യിൽ നിന്ന്, മരണത്തിന്റെ പാശത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച കുഞ്ഞാടിന്റെ ജീവന്റെ ശക്തി കൊണ്ടുള്ള രക്ഷയാണ് ഇത്ര വലിയ രക്ഷ എന്നുള്ളത്. ഈ രക്ഷയെ അവർ അന്വേഷിച്ചിരുന്നു. അബ്രഹാമിനെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ ദൈവം യാഗം നടത്തേണ്ട സമയത്ത് ആട്ടിൻകുട്ടിയെ കൊടുത്ത് രക്ഷിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് രക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും രക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇത്ര വലിയ ആത്മരക്ഷയായിരുന്നില്ല. അവിടെ അവർക്കൊക്കെയും പരിമിതികളുണ്ടായിരുന്നു. അവർക്കാർക്കും രക്ഷാപൂർത്തിയൊന്ന് പ്രാപിപ്പാൻ കഴിയാതിരുന്നു എന്നുള്ളത് പഴയ നിയമത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ, പൂർത്തീകരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണമായിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ച്, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ആത്മാവിൽ അന്വേഷിച്ചു. അവരുടെ ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തു വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ട് അത്രയെ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. യെശയ്യാവൊക്കെ 53-ാം അധ്യായം രചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ കാലത്ത് നടക്കാനുള്ളതല്ല. യേശു ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിപ്പോൾ നടക്കാനുള്ളതല്ല. എന്നാൽ ഒരു ദിവസം സംഭവിക്കുന്നറിയാം. സകല ജാതികൾക്കുമുള്ള രക്ഷയെക്കുറിച്ച് സുവിശേഷം, നിന്റെ സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ള വാക്തത്വം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചു. എന്താണ് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? എന്താ? എൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിലൂടെയാണോ? ഞാൻ ആരാഞ്ഞന്വേഷിച്ചു. ദൈവം പറഞ്ഞ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജനവും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാക്തത്വം കേട്ടുകഴിഞ്ഞപ്പോൾ ആ വാക്തത്വം എന്താകുന്നു എന്ന് അന്വേഷിപ്പാൻ തുടങ്ങി. അബ്രഹാം അന്വേഷിച്ചു, അത് ഇസ്ഹാക്ക് അന്വേഷിച്ചു, യാക്കോബ് അന്വേഷിച്ചു, തലമുറ അന്വേഷിച്ചു, പ്രവാചകന്മാർ അന്വേഷിച്ചു. അവർക്കൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ പ്രവചനങ്ങൾ കിട്ടുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ എല്ലാം അന്വേഷണത്തിന്റെ ഉത്തരമാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മഹാരക്ഷകനായി, മനുഷ്യവംശത്തിന്റെ രക്ഷകനായി ഭൂമിയിൽ ജനിച്ചു. അവൻ മരിക്കണം,
കഷ്ടം സഹിക്കണം, അവൻ ഉയർത്തി നിൽക്കണം, പിൻവരുന്ന ഒരു മഹിമയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ ഞാൻ അതേക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ സമയം മുഴുവൻ ചിന്തിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് എടുത്ത് പ്രവാചകന്മാർ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനം, മറ്റുള്ള എന്തെല്ലാം പ്രവചനങ്ങൾ ഇതിനകത്തൂടെ കയറി വരും. പക്ഷെ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഞാൻ അതിൻ്റെ ഒരു ഹിന്റ് മാത്രം തരികയാണ്. അപ്പോൾ ഇവരൊക്കെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. ഇപ്പം നമ്മളിവിടെ ആരാഞ്ഞന്വേഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് എപ്പോഴാണ്, അത് എങ്ങനെയാണ്, അതിനുശേഷം എന്ത് സംഭവിക്കും, എന്താണ് 1000 ആണ്ട് വാഴ്ച, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആരാഞ്ഞന്വേഷിക്കുക. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതാണ് പഠനം. അത് ആരാഞ്ഞന്വേഷിക്കുകയും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാകുമ്പോൾ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. കർത്താവ് എതിർക്രിസ്തുവിന്റെ സമയത്ത് രക്തസാക്ഷിത്വം വഹിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആരാഞ്ഞന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവിന്റെ മധ്യാകാശ വരവിന് മുമ്പുള്ളവരോട് പറയും, ഇത് ഞങ്ങൾക്കുള്ളതല്ല, അന്നത്തെ ആ കാലത്തുള്ളവർക്ക് വേണ്ടിയാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. വേദോസം മുഴുവൻ എടുത്ത് വെച്ച് വായിച്ചിട്ട് ആ വചനം ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് എല്ലാവരും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രവചനങ്ങൾക്ക് അതിൻ്റെതായി. ഇപ്പൊ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ സ്വതം 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 ഹല്ലേലൂയ പറഞ്ഞ് അത് ഏറ്റെടുക്കുന്നവർ ഉണ്ടെങ്കിൽ വചനം അറിയാത്തത് കൊണ്ടാണ്. കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരാണോ, അത് വചനമാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാർ. അപ്പൊ ഭാഗ്യന്മാർ പദവി എടുക്കുമ്പോൾ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ എന്നുള്ളത് അത് കല്യാണ സദ്യക്ക് വേണ്ടിയുള്ളവരാ. എന്നാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളിയാ, അവരുടെ മണവാട്ടിയാണ്. ഞാൻ പറഞ്ഞത് ഓരോ സമയത്തിനനുസരിച്ചുള്ള വിളിയുണ്ട്, അതിനനുസരിച്ചുള്ള യോഗ്യതയുണ്ട്, അതിനനുസരിച്ചുള്ള വിലയും നിലയുമുണ്ട്. അത് മനസ്സിലാക്കി വേണം ഈ ദിവസങ്ങളിൽ നമ്മൾ ജീവിത രക്ഷയുടെ കാലമാകിയാൽ ഇപ്പോഴത്തെ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം. എല്ലാവരും പറയും ഇതൊക്കെ മോശമായ സമയമാണെന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കും, കൃപായുഗം ഇപ്പോഴാണ്. ഇവിടെ പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഏത് കാലമാണ് നമ്മളായിരിക്കുന്നത്? പലരും കക്ഷതയുടെ കാലമെന്നും അത് ഭാഷണത്തിന്റെ കാലമെന്നൊക്കെ പറയുമ്പോൾ വചനം വിളിച്ചു പറയുന്നത് ഇപ്പോൾ സുപ്രസാദ കാലമാകുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശുക്രിസ്തു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 50-ാം ദിവസം സഭ സ്ഥാപിച്ചു മുതൽ യേശു കർത്താവിന്റെ സഭ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട് എടുക്കപ്പെടുന്ന വരെയുള്ള സമയമാണ് അതിശ്രേഷ്ഠമായിരിക്കുന്ന സുപ്രസാദകാലം. കഴിഞ്ഞ 2000 വർഷമായിട്ട് അതായി ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നതും ആ സുപ്രസാദകാലത്തിലാണ്. കർത്താവിന് വരെ വന്ന് സഭ എടുക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ യേശു വന്ന് സഭ എടുക്കുകയാണെങ്കിൽ നാളെ ഉള്ളവർക്ക്, ഇതുവരെ വിശ്വാസി വരാത്തവർക്കും ആ കൃപയിലേക്ക് നിൽക്കാത്തവർക്കും അതിൽ പങ്കാളിയെത്തരാൻ കഴിയത്തില്ല. നാളെ ജനിക്കുന്നവർക്ക് അതിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവ് സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ജനിക്കുന്നവർക്ക് അതിൽ പങ്കാളികളായിത്തീരാൻ കഴിയത്തില്ല. അതുപോലെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവർ ആരാഞ്ഞന്വേഷിച്ചപ്പോൾ, ഇത്ര വലിയ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് വെളിപ്പെടുവാൻ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് സൂചിപ്പിച്ച സമയം മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഹാനോക്ക് പ്രവചിച്ചു യേശുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച്. യൂദയുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച്, സർവവിശുദ്ധന്മാരും വരുന്നതിനെ കുറിച്ച് അവൻ പ്രവചിച്ചു. അപ്പോൾ അങ്ങനെ ആരാഞ്ഞന്വേഷിച്ച് പ്രവചിച്ച വിഷയങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നപ്പോൾ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ യേശുവിൻ സംസാരിച്ച വചനങ്ങൾ ഇതായിരുന്നു. അന്ന് യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്, ഞങ്ങൾക്ക് ദൈവം പിതാവായിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ള, ദാവീദ് ഉൾപ്പെടെയുള്ള, മലാഹി ഉൾപ്പെടെയുള്ള ആദിമ നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ, ആ പഴയ പുരാതന കാലത്തിന്റെ ഏതെല്ലാം പ്രവാചകന്മാർ പ്രവചിച്ചു, ആ പ്രവചിച്ചവർ എല്ലാം പ്രവചിച്ചു വെച്ചിരുന്ന സമയമാണ് ഈ സമയം എന്നാണ് യേശു അവരോട് പറഞ്ഞത്. മനസ്സിലായോ? എന്നാൽ
അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ആത്മാവിൽ അവര് അന്വേഷിച്ചപ്പോൾ ആരാഞ്ഞന്വേഷിച്ചു. ആരാഞ്ഞന്വേഷിക്കുന്ന വ്യത്യാസമുണ്ട്. അന്വേഷിക്കുന്നത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ അന്വേഷിക്കുന്ന. അപ്പം നിങ്ങൾക്കൊരു 100 രൂപ പോയാൽ നിങ്ങളത് അന്വേഷിക്കും. അത് 100 രൂപയല്ലേ പോട്ടെ സാറ്. പണ്ടൊക്കെ ഇപ്പം 100 രൂപ എന്ന് വലിയ കുഴപ്പം. പണ്ടൊക്കെ 1 രൂപ പോയാലും ശരിക്കും അന്വേഷിക്കുക. കാരണം സാമ്പത്തികം ഇല്ലാത്ത സമയങ്ങളൊക്കെയാണ്. 1 രൂപ വരെ നമുക്ക് വിലയുള്ള ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം 1 രൂപ ഒന്നും പോയാലൊന്നും ആരും കുഞ്ഞൊന്നും എടുക്കത്തില്ല. ഞാനൊരു കട്ടിനടി 1 രൂപ പോയാൽ പണ്ടത്തെ പോലെ ചൂലൊക്കെ കൊണ്ടുവന്ന് അടിച്ചു വാരി എടുക്കുന്ന എത്ര പേരുണ്ട്? മൈൻഡ് ചെയ്യത്തില്ല, പോട്ടെ നോക്കും. കിട്ടിയാൽ നോക്കുന്നത് വിചാരിക്കും. പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ. 1 രൂപ പോയാൽ ആ 1 രൂപ അത് എവിടെ നിന്നാണ് പോയെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കുനിഞ്ഞത് കമന്ന് കിടന്ന 1 രൂപ അടിച്ചെടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് അത് പോയാൽ അത് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യകതയാണ്. ആരാഞ്ഞന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് ലഭിച്ചേ മതിയാകുള്ളൂ. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാർഡ്, ID കാർഡ് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ 1 രൂപ പോയതുപോലെയാണ് അന്വേഷിക്കുന്നത്? അല്ല. ബ്രഹ്മ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഭൂമകഥ പറഞ്ഞു. അവള് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി അത് കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് ആരാഞ്ഞന്വേഷിക്കുക. അതാണ് ആരാഞ്ഞന്വേഷിച്ചതിന്റെ ഭൂമകഥ പറഞ്ഞത്. അപ്പൊ അത് ലഭിച്ചേ മതിയാകൂ എന്നുള്ള ആഗ്രഹത്തോടെ അന്വേഷിക്കുന്ന അഥവാ ജീവിക്കുന്നതിനെയാണ് ആരാഞ്ഞന്വേഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സംഗീതം വായിച്ചു, മനസ്സിലായ കുഴപ്പമില്ല, എടുത്ത് അടച്ചു വെച്ചു. അത് അന്വേഷിച്ചതല്ല, നമ്മൾ വായിച്ചതേ ഉള്ളൂ. അതിനകത്ത് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരാഗ്രഹമുണ്ടായി. എനിക്കത് അറിയണം ദൈവമേ എന്ന രീതിയിൽ നാം ആരാഞ്ഞന്വേഷിക്കുമ്പോൾ ദൈവത്തിനറിയാം. ഇവൻ അന്വേഷിക്കുന്നത് അറിയാൻ വേണ്ടിയ താല്പര്യത്തോടെയാ ദൈവം അങ്ങനെയുള്ളവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാത്തിനും. ദൈവജനത്തെ നാം ആരാഞ്ഞന്വേഷിക്കണം. മനസ്സിലാകാത്ത വിഷയങ്ങളെ ആരാഞ്ഞന്വേഷിക്കണം. അബ്രഹാമിനോട് നിന്റെ സന്തതി മുഖാന്തരമായി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം കിട്ടി കഴിഞ്ഞപ്പോൾ അബ്രഹാം പോയി കടകടച്ച് കടന്നുറങ്ങിയല്ലേ ചെയ്തു. അന്നു മുതൽ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ ആത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. ഇസ്ഹാക്കിന്റെ യാഗം എന്താകുന്നതാണെന്നും എന്താണ് വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാനേ തീർന്നു. അത് അവസാനമായി പറഞ്ഞു, നിഴലായി നിങ്ങൾക്ക് വെളിപ്പെട്ടതെല്ലാം പൊരുളായി എൻ്റെ പുത്രനിലൂടെ അത് സംഭവിക്കും. അതാണ് ഇവിടെ 10 ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഭാഗത്തിന്റെ കാതലായ വിഷയം മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ അബ്രഹാം കണ്ടു എന്ന് പറയുമ്പോൾ അവൻ അന്ന് ആത്മാവിൽ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിനെ ഒരു പരദേശ പ്രയാണം ചെയ്തൊരു വ്യക്തിയായിട്ട് മാത്രം കണക്കാക്കരുത്. ഇസ്ഹാക്കിനെ അങ്ങനെ കണക്കാക്കരുത്. യാക്കോബിനെ അങ്ങനെ ആട്ടിടയനായിട്ട് കുറെ ആടും ആക്കിയായിട്ടുള്ള അല്ലെ 12 ഗോത്രങ്ങൾ ജനിച്ച് ഉള്ള ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കി പോകരുത്. ഇവിടെ ജീവിതത്തിന്റെ മെയിൻ ലക്ഷ്യം, അവരുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ദൈവവചനത്തെ, അവർക്ക് കേട്ട വചനത്തെ അവർ ആരാഞ്ഞന്വേഷിക്കുമായിരുന്നു. എന്നാണ് നടക്കുന്നത് കർത്താവേ? എപ്പോഴാണ് നടക്കുന്നത്? ഇന്ന് രാത്രിയിൽ കർത്താവ് വരുമെന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മെ ചേർക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ അതേക്കുറിച്ച് ആരാഞ്ഞന്വേഷിക്കുവാൻ കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർക്ക് അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷയമായിട്ട്? ഞാൻ ആരാഞ്ഞന്വേഷിക്കുന്നത് എൻ്റെ കർത്താവിന്റെ വരവാണെന്ന് ഇന്നത്തെ പേർക്ക് പറയാൻ കഴിയും. അതിനുള്ള പഴയ നിയമത്തിൽ അവർ അങ്ങനെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവർക്ക് അന്നേരം അതിൻ്റെ ഉത്തരം ലഭിക്കാനിടയാത്തുന്നു. നമ്മൾ ദിവസങ്ങളിൽ ആരാഞ്ഞന്വേഷിക്കുന്ന കർത്താവേ, നീ എപ്പോഴാ വരുന്നത്? അങ്ങനെ സഭയെ ചേർക്കാൻ എന്നാ വരുന്നത്? കർത്താവേ, അങ്ങനെ സഭയെ ചേർക്കാൻ വരുമ്പോൾ എൻ്റെ സ്ഥിതി എന്താകും, എൻ്റെ തലമുറയുടെ സ്ഥിതി എന്താകും എന്ന ദിവസങ്ങളിൽ ദൈവത്തോട് നാം ഓർപ്പിക്കണം. ദൈവത്തോട് നാം യാചിക്കണം. ദൈവത്തോട് നാം കണ്ണീരോടെ അഭയാചന കഴിക്കണം. കർത്താവേ, വല്ലവിധേനയും എന്നെ കൂടി ഒന്ന് എടുക്കണമേ എന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പൗലോസ് അങ്ങനെയല്ലേ പറഞ്ഞത്? വല്ലവിധേനയും സംഭവവും കർത്താവേ, എനിക്കതിന് യോഗ്യതയില്ല, എന്നെ കൂടി. അതിനെയാണ് ആരാഞ്ഞന്വേഷിക്കാൻ. 2000 വർഷം മുമ്പ് പൗലോസ്
ആ ആരാഞ്ഞന്വേഷിച്ചപ്പോൾ, യേശു ക്രിസ്തു വരവിനെ കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചപ്പോൾ അവന് മനസ്സിലായി അവൻ നിര്യാണപ്പെടും, മരിക്കുമെന്ന്. 10 ദിവസം മനസ്സിലായി. അവർ പറഞ്ഞു ഞങ്ങൾ മരിക്കാൻ പോവുകയാണ് പറഞ്ഞു. അതവർ ആ കാലഘട്ടത്തിൽ വരുമെന്ന് കാത്തിരുന്നവരാ. ദിവസങ്ങളിൽ പഴയ നിമിത്തന്റെ പ്രവാചകന്മാർ, അബ്രഹാം ഉൾപ്പെടെ എല്ലാവരും ആരാഞ്ഞന്വേഷിച്ചിരുന്നത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ രക്ഷ എന്നാണ് സംഭവിക്കുന്നത്, എന്നാണ് വീണ്ടെടുപ്പുണ്ടാകുന്നത്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ രക്ഷയുണ്ടായിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ രക്ഷയായിരുന്നില്ല. നമുക്ക് വേദപുസ്തകം നോക്കുമ്പോൾ പഴയ നിയമത്തിൽ അവരെ രക്ഷിച്ചു എന്നുള്ള ഒരുപാട് ഭാഗങ്ങൾ കാണാം. രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്, മറ്റുള്ളത്. എന്നാൽ അവർക്ക് യഥാർത്ഥമായി പാപത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നത് തൻ്റെ പുത്രനാകുന്ന കുഞ്ഞാടിന്റെ രക്തം ഭൂമിയിൽ വീണതിന് ശേഷമേ പാതാളത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, മരണത്തിന്റെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്നുള്ളത് അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർക്കറിയാമായിരുന്നു. അവരതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാണ് ഞങ്ങൾ ഈ പാതാളത്തിൽ നിന്ന്, മീതിയുള്ള പാതാളത്തിൽ നിന്ന് ഞങ്ങൾ അതിന്റെ ആ ചങ്ങലയഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ബന്ധനമഴിഞ്ഞ്, മരണത്തിന്റെ ബന്ധനമഴിഞ്ഞ് പൂർണ്ണ നീതികരണം പ്രാപിച്ച് ഞങ്ങൾ ഇന്ന് മാറ്റപ്പെടുമെന്ന് ഒരാരാഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരുന്നു. മരിച്ചതിന് ശേഷം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ജീവനോടുന്നപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർക്ക് മനസ്സിലായി ഇതിന്റെ കാര്യം എന്നാണെന്ന് അവർക്ക് വെളിപ്പെട്ടില്ല. കഷ്ടങ്ങളെയും മുൻകൂട്ടി വലിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകൻ ആരാഞ്ഞ് നോക്കി. അതിന്റെ 2 ഭാഗത്ത് ആരാഞ്ഞതുണ്ട്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവർക്ക് മനസ്സിലായി അവരുടെ ക്രിസ്തുവിനാത്മാവ്, ക്രിസ്തു വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻപ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അവർക്കത് മനസ്സിലാക്കി കൊടുത്തു. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രവാചകന്മാർക്കും ആരെല്ലാം അന്വേഷിച്ചുവോ അവർക്കൊക്കെ അത് വെളിപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം അന്വേഷിച്ചിരുന്നു, അവൻ അന്ന് വെളിപ്പെട്ടു. നിന്റെ സമയത്തല്ല, നീ നിന്റെ പിതാക്കന്മാരോട് കൂടെ സമാധാനത്തോടെ ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് നമുക്കായിട്ട് ദൈവം തന്ന ഏറ്റവും വലിയ സുവർണ ഭാഗ്യമാണ്. അത് വലിയൊരു മഹാഭാഗ്യമാണ്. ഇത്ര വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ പണ്ട് പ്രവാചകന്മാർ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടാതെ പോകുകയല്ല ചെയ്തത്, മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോഴല്ല, അതിന് സമയം വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതിയായി ദൈവത്വം ജനിക്കുമെന്നും അവൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തി നിൽക്കുമെന്നുള്ള കാര്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അതാണ് പിന്നീട് പ്രവചനങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതവര് അന്വേഷിച്ചപ്പോൾ അവർക്കത് വളരെ ദൂരത്ത് നിന്ന് അവർ കണ്ട് അഭിബന്ധിച്ചുമിരിക്കുന്ന പറയുന്നത്. അവരിങ്ങനെ ആത്മീയ നയനങ്ങളാൽ അവർക്കത് കാണാൻ സാധിച്ചു. നമ്മുടെ ദിവസങ്ങളിൽ കാണാറില്ലേ? കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം കാണാറില്ലേ? 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നാം കാണാറില്ലേ? അതുപോലെ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് നാം കേട്ടിരിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് നാം ദർശിക്കാറില്ലേ? നാം ആത്മാവിൽ ദർശിക്കുകയാ ഇന്നത് സംഭവിക്കുമെന്ന്. എങ്ങനെ വെളിപ്പെട്ട് കിട്ടിയത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിരിക്കുക. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തു വരുമെന്നും അവന്റെ രക്തം ചൊരിഞ്ഞ് പാപത്തിന് മോചനമുണ്ടാകുമെന്നും ഈ മീതെയുള്ള പാതാളത്തിൽ ബദ്ധന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് വിടുതലുണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുവാൻ എത്തുന്നു. സമയം മുമ്പോട്ട് ഒരുപാട് പോയതുകൊണ്ട് ഞാനത് രാത്രി നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്താണെന്നുള്ളത് ദൈവം വെച്ചാൽ നാളെ ബാക്കി കാര്യം ചിന്തിപ്പാൻ കർത്താവിൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുക. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് കട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അവർ അന്വേഷിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാം വിഷയത്തെ. ഇനിയും നമുക്ക് ചിന്തിപ്പാനുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ് അബ്രഹാം കണ്ടത്, എങ്ങനെയാണ് അവൻ കണ്ടത്, എന്താണ് അവൻ മനസ്സിലാക്കിയെന്നുള്ളത്, മരിച്ച ശേഷം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെന്നുള്ളതിനെ കുറിച്ച് വരും ദിവസം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ പറയാൻ, കർത്താവേ, ഞങ്ങൾക്ക് പലപ്പോഴും അന്വേഷണമേ ഉള്ളൂ, അന്വേഷിക്കാറില്ല. ഞങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹമേ ഉള്ളൂ, എന്നാൽ ഒരു തീരുമാനത്തിലേക്കോ നിശ്ചയത്തിലേക്കോ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി നമുക്ക് പറയാം,
അന്ന് അവർ അവരുടെ ജീവിതത്തിന്റെ മുഖ്യധാരാ വിഷയമായിട്ടെടുത്തത് അവർക്ക് ലഭിച്ച വചനം, വാഗ്ദത്ത വചനത്തെ എന്നത് നിവൃത്തിയിരിക്കുമെന്ന് കാത്തിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ വഹിക്കുന്ന മഹാവാഗ്ദത്തമായിരിക്കുന്ന ഇത്ര മഹാവലിയ രക്ഷ നമുക്ക് തന്ന കർത്താവ് രക്ഷകനായി വീണ്ടും അവൻ മധ്യാകാശത്ത് വരുവാൻ പോകുകയാണ്. തന്റെ സഭയെ ചേർക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ആരാഞ്ഞന്വേഷിച്ചുകൊണ്ട് കർത്താവെ എന്നെ കൂടി അതിന് പങ്കാളിയാക്കി തീർക്കുവാൻ എന്നെ സഹായിക്കണമേ. ലോകത്തിന്റെ വലിയ ബുദ്ധിക്കത്ത വൻകാര്യങ്ങളിലേക്കൊന്നും ഇടപെടാതെ ഈ ദിവസങ്ങളിൽ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ക്രിസ്ത്യ ജീവൻ നയിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആ സമയത്തെ ആരാഞ്ഞന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു നടന്ന അതേ കാൽപ്പാടുകളെ പിൻപറ്റുവാനുള്ള ആഗ്രഹത്തോടെ കർത്താവെ എനിക്ക് അങ്ങ് നടന്നതുപോലെ നടക്കുവാൻ, അങ്ങ് സംസാരിച്ചുകൊണ്ട് സംസാരിപ്പാൻ, ക്രിസ്തുവിന്റെ പാപം തന്നെ എന്നിൽ വരുവാൻ എന്നെ സഹായിക്കണമെന്ന് തലമുറയിൽ വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരാഞ്ഞന്വേഷിച്ചവർക്കത് അവർ ദൂരത്തുനിന്ന് കണ്ട് അവരതിനെ വന്ദിച്ചുകൊണ്ട് അവരതിന് തൃപ്തരായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയെത്തുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്കായിട്ടല്ല, അത് നിങ്ങൾക്കായിട്ടുള്ളതാണ്, പ്രതിനിമ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ സുപ്രസാദകാലത്തിൽ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഈ സുപ്രസാദകാലത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുമ്പോൾ അതേ കാലലക്ഷണങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്കതിന്റെ സമയമൊന്നും പറയാൻ കഴിയത്തില്ല. ഇന്ന് കർത്താവ് വരുമെന്നോ ഇന്ന സംഭവം നടന്നുകൊണ്ട് കർത്താവ് വരുമെന്നോ ഞാൻ പറയത്തില്ല. അത് യേശു വരുന്നത് കള്ളനെ പോലെ വരുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടും. കർത്താവിന് വരാൻ വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയപ്പെട്ടാട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ് എന്നവരോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചിരുന്ന ആ സമയമാണ് കുഞ്ഞുങ്ങളെ ഞാൻ സംസാരിക്കുന്ന സമയം. നിങ്ങൾ യെരൂശലേം ദേവാലയത്തെ ഊറ്റം കൊള്ളുന്നവരാ, നിങ്ങൾ അതിന്റെ പ്രമാണത്തെ പിടിക്കുന്നവരാ, നിങ്ങൾ പിതാക്കന്മാരുടെ പ്രവചനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാതെ പഠിച്ചു വെക്കുന്നവരാ. എന്നാൽ അവർ അന്വേഷിച്ചൊരു സമയമുണ്ടായിരുന്നു. ആ സമയം എത്ര വലിയ രക്ഷയുടെ സമയത്താണ് രക്ഷകനായിരിക്കുന്ന യേശു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന്, ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തുവെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അന്വേഷിച്ച് നോക്കുവാൻ കഴിയാതെ വണ്ണം അവരെന്നെ തള്ളിക്കളഞ്ഞ് നിരാകരിച്ചു കളഞ്ഞെങ്കിൽ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ദൈവം നമുക്ക് ഈ തന്നിരിക്കുന്ന മഹാഭാഗ്യത്തിനായ സ്തോത്രം ചെയ്യാം. വീണ്ടും നമുക്ക് ആരാഞ്ഞന്വേഷിക്കാം. യേശുവിന്റെ വരവിന് വേണ്ടി ആരാഞ്ഞന്വേഷിച്ചുകൊണ്ട് ജീവിപ്പാൻ ശിഷ്ടകാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൂത കൈമാറിക്കൊണ്ട് ഞാൻ ഈ വചന പഠനത്തിന് വിരാമം വിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.